Urulakkupperi. നീ എന്തിനാ ഇതിനകത്ത് കയറിയത്? എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന്? മാറ്റുന്നുണ്ടല്ലോ ഇത് എല്ലാം ഒരു തമാശ വെക്കും. ഇറങ്ങടി, ഇറങ്ങ്. നീ എങ്ങനെ കയറി? അതൊരു ആവേശത്തിന് കയറി. അയ്യോ, അതുപോലെ ആവേശത്തിൽ ഇറങ്ങി. ഞാനത് ലോക്കായി പോയി. അപ്പു ഒന്ന് ഹെൽപ്പ് ചെയ്യാ. മണത് കൊടുക്കാനായിട്ട് നടുവിടക്ക് വീഴല്ലേ. പൊന്നെ പെണ്ണിന്റെ കാര്യം. ഇതും കൂടെ എക്സ്പ്രഷൻ കാണിച്ചോണ്ടിരിക്കല്ലേ അമ്മച്ചി. അമ്മേ, അയ്യോ അയ്യോ ഭയ്യ, എന്നെ പിടി 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 പിടി. അമ്മേ, അയ്യോ. ആവശ്യമില്ലാത്ത വേലയ്ക്കൊക്കെ പോണെന്തിന്? ചുമ്മാ രസം, ബോറടിക്കുന്നേ. ഇനി എന്താ ഇവിടെ ഉള്ള, എന്ത് പണിയുള്ള? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇവിടെ ഇരി, കാറങ്കോ. ഇതെന്താണ് ചെയ്യുള്ളത്? എന്ത് സാധനം? പീപ്പിയാ? ഞാനേ പണിയണു. അപ്പൂപ്പന്റെ കൂട്ടുകാരൻ വരാൻ പോണു. കൂട്ടുകാരനാ? പേരെന്തോന്ന്? കുഞ്ചെറിയാൻ. എന്താ പറയാ? കുഞ്ചെറിയാൻ. ഷെടാ, നല്ല വൈബ് പേരേട്ടാ. അപ്പന് പേരെന്തിന്? എന്റെ ഒരു ഉണ്ണിപ്പിള്ള. ഉണ്ണിപ്പിള്ള. നോക്കളെ, കൊച്ചുനാളില് ഞാനും അവനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു മക്കളെ. എനിക്ക് അവന്റെ അടുത്ത് അത്ര ഇഷ്ടമാണ്. ഇരുന്നിരുന്നു ഇപ്പൊ ഇത്രയും പ്രായമായി ഇപ്പൊ കാണാൻ വരല്ലേ. ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. മക്കളെ, ശ്യാമ എവിടെ പോയി? അപ്പച്ചി ഞങ്ങളും കൂടെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. കടയിൽ പോയിനാ? നോക്കി, നീ അവന്റെ അടുത്ത് വിളിച്ചു പറ 2 കിലോ ചിക്കൻ മാറ്റോണ്ട് വരാൻ. എന്റെ മൊബൈലിൽ പൈസ ഇല്ല, റീചാർജ് ചെയ്ത് തരുമോ? ഒരു കാര്യം, നീ മണിയുടെ ഫോണിൽ വിളിച്ചു പറ. എന്നാൽ റീചാർജ് ചെയ്ത് തരൂല്ല. ഇടി പോയി വിളിച്ചു പറയാൻ നോക്കടി, പോടി. പോ. ഫോൺ എവിടെ? എന്തിന്? അങ്കിളെന്ന് വിളിക്കാം. എന്തിന്? നിന്റെ ഫോൺ വിളിച്ചൂടെ? എന്റെ ഫോണ് പൈസ ഇല്ല. ഫോണ് താൻ ഭയങ്കര ചുമ്മാ. എന്ത് പറയാന്ന്? 2 കിലോ ചിക്കൻ മേടിച്ചോണ്ട് വരാൻ. എന്തിനിപ്പൊ ചിക്കൻ? അതാ അപ്പുവിന്റെ ഒരു ഫ്രണ്ട് വരണ്, ചിക്കൻ വേണോന്ന് അപ്പു പറഞ്ഞു. അപ്പു പറഞ്ഞാ? അത് നിന്റെ കണക്കായിട്ട് പറഞ്ഞതാ? എന്നെ കണക്കൊന്നും എടുക്കണല്ലോ. അവളെ വിളിച്ചോക്ക്, ചിന്നു വിളിച്ചു. റിങ് ചെയ്യണോട്ടോ, ശരിക്കല്ല. തിരക്കിലായിരിക്കുന്ന ഒരു മെസ്സേജ് അയക്കും. നിനക്ക് ഇഷ്ടപ്പെടാത്ത അതല്ല ഫോൺ എടുക്കാത്തത്. സൈലന്റ് ആയിരുന്നു, നീ കണ്ടില്ല. നിങ്ങൾ എന്ത് ഫോൺ എടുക്കാത്ത? ഞാൻ കൊണ്ടുപോയില്ലല്ലോ ഫോണിന്. രണ്ടുപേരും ഓക്ക് കേക്ക് വേണമായിരിക്കും പറഞ്ഞ വഴിക്ക്. കേക്കൊന്നും വേണ്ട, പിന്നെ ചിക്കൻ വേണോ? ഇന്നത്തേക്ക് നീ മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മോരികളോക്ക് ഇപ്പൊ എന്തിനാ ചിക്കൻ? അത് അപ്പുവിന്റെ ഒരു ഫ്രണ്ട് വരണു. ഫ്രണ്ട് കുഞ്ചെറിയ. കുഞ്ചെറിയ ഇങ്ങോട്ട് കിറുക്കനാണെന്ന്. കിറുക്കൻ? ഓ ചുമ്മാ ചേട്ടാ, പ്രായത്തിന് മൂത്ത ആൾക്കാരെന്തോന്ന് പറഞ്ഞു. പ്രായത്തിന് മൂത്ത ആൾക്കാര് കല്യാണ പിള്ളേരെ വായിക്കാതെ സ്റ്റാപ്പിൾ പഠിക്കുന്ന മോനാണെങ്കിൽ അറിയാമോ? പറഞ്ഞല്ലേ ബടായി. ബടായിയാ? ഞാനേ എന്തോന്ന് പറയാ. എന്തോന്ന് പറയാ? ഞാൻ പണ്ട് 2 പാമ്പ് എണ്ണയാകുന്നോണ്ടിരിക്കുന്നത് ഞാൻ ഒളിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ കണശുണ്ടെന്ന് അങ്ങോട്ട് അടിച്ചെന്നിട്ട് വൃത്തിയിട്ടോള് കേട്ടോ. ഇതുപോലെ സ്വഭാവം തന്നെ ഇങ്ങനെ ഞാൻ ഒളിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ എന്നെ പൊക്കിയെടുത്ത് പാമ്പിന്റെ ഫ്രണ്ടിട്ട് പറയല്ലേ, നീ അടുത്തത് കണ്ടിട്ട് വരെ. അത് കൊള്ളാന്നാ. പാമ്പ ഞാൻ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി ചെന്നാണ്ടല്ലോ 2 കൂടെ ഒരുമിച്ച് കുത്തിയത്. നിങ്ങൾക്ക് പേടി വരുന്നില്ലേ? ഇങ്ങേർക്കത് വേണം.
ചെറുതായിട്ട് ഒരു പിരി ലൂസാണ് അത്രേ ഉള്ളൂ അല്ലേ? പെമ്പിള്ളേരെ മുടി ഇരിക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് തീപ്പെട്ടി വെച്ച് കത്തിക്കുമ്പോ മനസ്സിലാവും. ഓരോ സൈക്കോപാത്തുകളൊക്കെ വീട്ടിൽ വിളിച്ച് ചെയ്തിട്ട് ചിരിച്ചോണ്ടിരിക്കണല്ലേ. അന്ന് എനിക്ക് കുറച്ച് ഇത്രേ ഉള്ളൂ. ഞാൻ കൊച്ചാനപ്പാണ് എടുത്ത് പറഞ്ഞ അല്ല ഇപ്പഴല്ല. അയ്യോ നമുക്ക് വിളിച്ചു പറയാം വരണ്ടാന്ന്. വല്ലതും കൊണ്ട് തന്നാ തിന്നെ ചെയ്യല്ലേ. കഞ്ഞിക്കകത്ത് മണ്ണൊക്കെ വാരിയിട്ട് തരും, കുടിക്കാൻ പറയും. ഞാൻ കൂടുതൽ നിങ്ങളെ പേടിപ്പിക്കാന്ന് പറയാനില്ല. സ്വന്തം ഭാര്യ ചെറുതായിട്ടൊന്നും ചവിട്ടിയപ്പോ ചെറുതായിട്ടൊന്നും മരിച്ചു കേട്ടോ. കേസൊന്നുമില്ല, മറ്റേ വട്ടിന്റെ മഞ്ഞ കാർഡൊക്കെ ഉണ്ട്. പിന്നെ നീ കുറച്ചു മുന്നേ നമുക്ക് ചിരിച്ചല്ല. ചേട്ടാ ഇങ്ങനത്തെ വട്ട് കേസൊക്കെയാണോ വീട്ടിൽ വരുന്നത്? എനിക്ക് പേടിയാണ്. ഏത് ഗ്യാസ് വീട്ടിൽ വന്നാലും ഓട്ടോറിക്ഷ സൗണ്ടല്ലേ കേൾക്കണത്? ചേട്ടൻ പോയാ? ദാണ്ട് പോണു. അങ്ങേരല്ലേ? എന്നാ ചേച്ചി ഞാനും പോവാം. ഇല്ല അങ്ങനെ നമുക്ക് ഒരുമിച്ച് എടി ചവിട്ടിയപ്പോ ചെറുതായിട്ടൊന്ന് മരിച്ചെന്ന്. വന്ന ഉടനെ എന്നെ അന്വേഷിക്കും. അപ്പൊ നിങ്ങൾ എന്ത് അറിയുമോ? ഞാൻ ആറ്റിങ്ങിൽ വരെ പോയെന്ന് പറഞ്ഞാൽ അത് ദ്രോഹി. ആറ്റിങ്ങിന് പോയെന്ന് പറയണത് നമ്മള്. എനിക്കറിഞ്ഞൂടാ, ഞാൻ വേറെ വാ നോക്കി നോക്കാം. വാ അങ്ങോട്ട് വാ, ധൈര്യത്തിൽ വാ. ബാക്കി എടുത്തോ. എത്ര കാലം ഇടയിൽ കണ്ടിട്ട് ഇതെന്തേ അപ്പൂപ്പൻ എടാ നിന്നെ കണ്ടിട്ട് വളരെ സന്തോഷമാണ്. ഇനി എനിക്ക് ചത്താ മതി. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലായ? ഞാൻ കുഞ്ചെറിയ, കുറുക്കൻ കുന്നേൽ കുഞ്ചെറിയ. ഇനി നിങ്ങളൊക്കെ ആരാണെന്ന് ഞാൻ പറയാം. ഇത് ഓടരുത്, നിക്കവിടെ. ഇത് രവിയുടെ ഭാര്യ മണി. ഇത് മണിയുടെ ഇളയ മോള് ഇതെന്റെ രാമന്റെ ഭാര്യ ചിന്നു, എന്റെ ചിന്നുമോളെ. വേണ്ട വേണ്ട, അല്ലെന്നാ രാമനോടെ. രാമോ രാമോ, മക്കളെ രാമാ, രാമുവേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കടാ. ഇവൻ എവിടെ ചെന്ന് കിടക്കുകയാണെന്തോ. ഞാൻ എപ്പ വന്നാലും എന്റെ രാമമോന് ബ്ലഡ് കൊടുക്കും. അല്ല ബ്രെഡ് കൊടുക്കും. രാമവിടെ രാജവിട്ട എന്നെ പറ്റിക്കാൻ വേണ്ടി അവ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കാണ്. നീ മാറില്ലടാ രാമോ. രാമേ, എനിക്കെന്ത് പ്ലേറ്റ് ഇല്ലേ? ചേട്ടത്തി ചോറ് എനിക്ക് ആദ്യം വിളമ്പിക്കോ. എന്ത്? ഞാൻ കഴിച്ചത് ആദ്യം? എനിക്കാണ് സാറിന് ആദ്യം വിളമ്പാറ്. ഞാൻ കഴിച്ചിട്ട് നീ കഴിച്ചാ മതി. എനിക്ക് ലാസ്റ്റ് മതി ചേട്ടത്തി. മതി. ചോറാ? ചോറ് ഇത്രയുള്ള ഇടാലോ, എത്ര ഇടാലോ. ഇതൊന്ന് കോഴിക്കുഞ്ഞിനാ. ഇതൊന്ന് സാമ്പാർ. ചോദിച്ചിട്ട് വേണ്ട ഒഴിക്കാൻ. ഒഴിക്കട്ടോ? ഒഴിച്ചോളൂ. എവിടെ ഒഴിക്കണം? ഇവിടെ നടുക്കൊഴിച്ചോ. അല്ല വേണ്ട, സൈഡ് ഒഴിക്കും. അത്രയും കളയുന്നു. അവിടെ ഒഴിക്ക്. കഷ്ടം. അടിപൊളി മീൻകറിയാണ്. അടിപൊളി മീൻകറി. മീൻകറിയാ? ഇത് ചിക്കനൊന്നും ഇല്ലേ? ഈ ചൂട് സമയത്ത് ആടാ ചിക്കൻ വാങ്ങി. ഷെടാ എന്റെ ഉണ്ണി, ഞാൻ ജനിച്ചപ്പോ മുതൽ ചിക്കൻ ഇല്ലാതെ ഉണ്ടിട്ടില്ല. കഷ്ടായിപ്പോയി. നീ കറി കൂട്ടി നോക്ക്. എന്തായാലും വന്നോ ഇല്ലേ? മീനെങ്കിൽ മീൻ ഇങ്ങോട്ട് ഞാൻ ഒഴിക്കാം. വാങ്ങിച്ചു വെക്കാൻ വയ്യ. നിങ്ങൾക്ക് വേണം. നിന്റെ കഷ്ണമൊക്കെ പോയോട്ടോ. പിങ്കിക്ക് ചോറ് കൊടുക്കണില്ലേ? ഓ എനിക്ക് വേണ്ട, വയറിറങ്ങി. എന്താടി നിന്നെ കഴിച്ചാ? അപ്പൊ ചോറ് ഞാൻ കഴിക്കണ്ടേ? നീ വേണമെങ്കിൽ കഴിച്ചാ മതി. എനിക്ക് വേണം. ആദ്യം കൊച്ചിന് കൊടുക്കും. മതി മതി. വിളവി കൊടുക്കും. ഞാൻ കുറച്ച് കഴിച്ചാ മതി. കുറച്ച്. ഇത്ര മതി? ഇത്രയും കഴിച്ചാ മതി. ചേച്ചി
കഴിയടേ ഉണ്ണി. ഓ എന്റെ ഒടുക്കത്തെ മീൻകറി തന്നെ. പെട്ടെന്ന് കഴിക്കേ. നീ കഴിക്കടേ. നീ കഴിച്ചു തീർന്ന? ഇല്ല. ആ പെട്ടെന്ന് കഴിക്കേ. രണ്ടുപേരും പെട്ടെന്ന് കഴിച്ചിട്ട് പുറത്തോട്ട് വരണം. എന്തിന്? ഒരു പണിയുണ്ട്. എന്തൊരു പണി? 8ന്റെ പണി. പറഞ്ഞാലേ പറ്റൂടാ. അയ്യോ വെള്ളം. പുറത്ത് വരും പറഞ്ഞാൽ മതി. ഓ കഴിയടാ, കഴി. ചേച്ചി വെള്ളം. അല്ലെങ്കിൽ വേള നിന്റെ ഉണക്ക മീൻകറി എനിക്ക് മതി. അയ്യോ നീ കഴിച്ചാൽ മതി. മതി. കഴിയടാ. വാ. അയ്യോ ഓ നടക്ക്. കഴിയാമോ? അയ്യോ, കഴിക്കാൻ സമ്മതിക്കൂലേ? മതി. അത്രയും കഴിച്ചാൽ മതി. പെട്ടെന്ന് വരണേ. ഓ ഓ എടാ ഉണ്ണിക്കുട്ട, വേഷ കഴിച്ചില്ലേ? ഇനി അല്പം വ്യായാമം വേണ്ടേ? എന്റെ മാമ വ്യായാമം ഒന്നും വേണ്ട. പിന്നെ വ്യായാമം വേണം. ഒന്നാമത് കഴിച്ചാ ഞാൻ ക്ഷീണിച്ചിരിക്കണു. കഴിഞ്ഞാ വ്യായാമം വേണം കേട്ടാ. അതിന് നമുക്കൊരു കളി കളിക്കാം. ഏറുപന്ത് കളി. നല്ല പഷ്ട് വ്യായാമം. പിന്നെന്ത്? പിന്നെ അതെ, നമ്മൾ മാത്രം കളിച്ചാ പോരാ, പിന്നെ പിള്ളേരെയും കൂടെ വിളി. അത് കറക്റ്റ് ആണ്. അവരെ അവള് വിളി വിളി. ചിന്നു ചേട്ടത്തി, ചിന്നു നീ വിളിയടേ. പിഗി അവര് വരെയൊന്നുമില്ല. ചുമ്മാ ആര് പറഞ്ഞു വരൂല? ഓടി വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ പിള്ളേരെ. അച്ഛൻ വിളിക്കണേ. പിന്നെ ഓ എന്താ ആരെ കഴിഞ്ഞില്ല, ഇനിയിപ്പോ പായസം കൂടെ തരാം. പായസം ഒരു വ്യായാമം കളി. നിങ്ങളെല്ലാരും കളിക്ക്. ഞാൻ അതും അവിടെ ചെന്നിരിക്കും. ഇച്ചിരി പുളിക്കും. നീ ഇല്ലാതെ എന്തൊരു കളി? നീ ഇവിടെ നിൽക്ക്. നീ ഇല്ലാതെ കളി ഇല്ല. അതെ, നമുക്കൊരു കളി കളിക്കാം. വേഷാഹാരമൊക്കെ കഴിച്ചില്ലേ? ഇനി അല്പം വ്യായാമം വേണ്ടേ? എന്തിനാ ഞങ്ങൾ ആവശ്യത്തിന് വ്യായാമമൊക്കെ വേറെ ചെയ്യുന്നുണ്ട്. ഏറുപന്തുകൾ. ഏറുപന്തുകൾ. ആര് ഞങ്ങളെ കൊണ്ടാ? ആ ഞങ്ങളൊന്നുമില്ല. എല്ലാരും ഒന്ന് ഓടണം. ഓടി വ്യായാമം ചെയ്യണം. ഞാൻ ഇപ്പഴേ ഓടാം. ഇവിടെ വേണം. അല്ല ഓടാൻ ഇവിടെ വേണം. ഇപ്പോഴല്ല, കളി തുടങ്ങിയിട്ട് ഓടിയാൽ മതി. അപ്പൊ ഞാൻ ഈ ബാൾ ഇങ്ങനെ ഉയർത്തിയിടും. ഇത് തറയിൽ വന്ന് വീഴുന്ന ഞാൻ എടുത്തെറിയും. വീണില്ലെങ്കിൽ അറിയില്ല. വീണില്ലെങ്കിൽ അറിയില്ല. പേടിക്കണ്ട. ഗ്രാവിറ്റി ഇല്ലേ? അപ്പൊ ഞാനേ എറിയുള്ളേ. വേറെ ആരും ബാൾ എടുക്കരുത്. വേറെ ആരും ബാൾ എടുക്കരുത്. അത് നല്ല കളി. ഇവിടെ വേണം. ഇവിടെ വേണം. ചേച്ചി അയ്യോ വീണു. അയ്യോ കേട്ട്. ഓടിക്കാ. ഓ ഇത് അറിഞ്ഞുകൂടാൻ തോന്നുന്നു. സ്റ്റാച്ചു പിങ്കി, മക്കളെ ഓടരുത്. പാവം, നിനക്കത് ആവശ്യമായിരുന്നു. അയ്യോ എന്റെ അച്ഛനെ എറിഞ്ഞു കൊന്നേ. എനിക്കിനി വയ്യ. അയ്യോ എന്റെ അച്ഛനെ എറിഞ്ഞു കൊന്നേ. അയ്യോ ഓടിയോ. ഞാൻ വിട്ടോ. ഓ എനിക്ക് വലിയ വച്ച. അയ്യോ അയ്യോ അവന് തീരെ വയ്യ. ഓടിക്കും ഓടിക്കും. അയ്യേ, അപ്പോനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മക്കളെ. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ നടുവിലിട്ടാണ് ഒരെണ്ണം കിട്ടിയത്. എന്റെ ദൈവമേ, എന്തുവായിരുന്നു അപ്പോ? പന്ത് മുകളിലോട്ട് എറിയുന്നു, താഴോട്ട് വരുന്നു, അതെടുത്ത് അങ്ങേര് തന്നെ എറിയുന്നു. ഓപ്പോ, അവളുടെ മോഹം കാണുമായിരുന്നു എന്റെ അമ്മേ. അമ്മയാണെങ്കി ഉരുണ്ടടിച്ച് വീണ്. മക്കളെ, എന്റെ കൂട്ടുകാരനായി പോയില്ലേ, എന്തൊരു പറയായി. എന്തൊരു പറയാ, ഓരോരുത്തരെ വിളിച്ച് വീട്ടിൽ കേട്ടിട്ട് എന്തൊരു പറയാനെന്ന് പറഞ്ഞോണ്ടിരിക്കും. മക്കളെ, അവൻ ചില്ലറക്കാരനൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് പറയണ്ട. മനസ്സിലായി. അതല്ലെന്ന്, അവൻ ഭയങ്കര കോടീശ്വരനായിട്ട് ജീവിച്ചവനാണ്. അവന് ലോറി, കാറ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കണെന്നറിയാമോ? ആര് കൂടോത്രം ചെയ്താണ് അവൻ നശിച്ചു പോയത്. ഇപ്പോഴും കൂടോത്രം എന്ന് കേൾക്കുമ്പോ അവന് ഭയങ്കര പേടിയാണ്. പിന്നെ കൂടോത്രം ഇക്കാലത്ത് അറിയുന്നത് വിശ്വസിക്കും. അവൻ വിശ്വസിക്കും മക്കളെ. മനുഷ്യന്റെ കൈയും കാലും പോയെന്ന് പറഞ്ഞാൽ മതി. ഉണ്ണി, എന്താടേ ഒന്നുമില്ല. നിനക്ക് വേദന എടുക്കണമെന്ന് പറഞ്ഞു. ഒരു ഏറി ഉണ്ട് ഇപ്പൊ തളർന്നോയെ. നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങോട്ടെ. ഞാൻ എന്റെ കൊച്ചിട്ട് നോക്കട്ടെ. എന്ത് പറ്റിയടാ? എവിടെ വേദന? ഇവിടെ തന്നെ നോക്കട്ടെ. കുഴപ്പമില്ലടാ. പോവണ്ടേ? അപ്പൊ ഹാർട്ട് വായിക്കൂടെ വരും. ആ വായിക്കൂടെ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. നോക്കട്ടെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. നെഞ്ചില് പൾസുണ്ട്, നോക്കട്ടെ. കഷ്ടം, ഇത്രയൊക്കെ ഉള്ളാട് നീ. എന്റെ കൂട്ടുകാരനെന്ന് പറയുന്നത് ഒരു ഏറി ഉണ്ടപ്പോ താമസില്ലേ.
വയസ്സായില്ലടേ. എനിക്ക് വയസ്സായില്ലേ? ഞാൻ തന്നെ പയർ പോലെ കിടന്നില്ലേ? കഷ്ടം പറയിക്കാനായിട്ട് ആൾക്കാരെ കൊണ്ട്. നിങ്ങളിതിന് ഫോണിൽ കളിച്ചോണ്ടിരിക്കണേ? ഞാൻ ഗൂഗിളിൽ വല്ല ഐഡിയ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നടി. എന്തോന്ന് ഐഡിയ? ഹൗ ടു ഗെറ്റ് റൈഡ് ഓഫ് അൺവാണ്ടഡ് വിസിറ്റേഴ്സ്. എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ അങ്കിളെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലാണ്ടൊന്ന് ചിന്തിര്. എനിക്കൊന്നും ചിന്തിക്കാനൊന്നും വയ്യടി, എനിക്ക് ആ വയ്യ. അങ്ങനെ പറയല്ലേ അങ്കിളെ. അത്തായം കഴിച്ചിട്ട് നോക്ക്, എന്നെ 10 റൗണ്ടാണ് ഈ വീടിന് ചുറ്റും ഒട്ടിച്ചത്. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിനക്ക് ഭ്രാന്തിന്റെ അസുഖം വല്ലതും ഉണ്ടോടി? നിന്റെ മുമ്പിൽ കിടന്നല്ലേ ഞാനും ഓടിയത്. ഓ ശരിയാണ്, അതുപോലും കണ്ട എനിക്ക് ഓർമ്മയില്ല. ആ അവസ്ഥയിലായി ഞാൻ. നോക്ക്, എന്തിനിപ്പൊ എണീക്കണത്? അങ്കിൾ എന്തെങ്കിലും ഒന്ന് പറ അങ്കിളെ, ഒന്ന് പറ എന്തെങ്കിലും ഒന്ന്. എന്റെ മിണ്ടാട്ടമൊക്കെ തീർന്നടി. ഇതേപോലത്തെ ഒരു കാലം വീട്ടിൽ നീ അങ്ങനെ പോയിട്ടേ ഞാൻ മിണ്ടു. എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ? നിങ്ങള് ഒരു മുട്ട എടുത്തോണ്ടാ. ഒറ്റ തൊഴിഞ്ഞടിച്ചതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ വയ്യായിരിക്കണം. അപ്പോഴാണല്ലോ മുട്ട വാട്ടി കുടിക്കാൻ പോണത്. നിനക്ക് മുട്ടയല്ലേ ഞാൻ കൊണ്ടുവരാം. മുട്ട വാട്ടി കുടിക്കല്ലെന്ന്, പിന്നെ കൂടോത്രം ചെയ്യാൻ. കൂടോത്രം ചെയ്യാൻ? ഓ ആർക്ക്? അങ്ങേർക്ക് കൂടോത്രം ഭയങ്കര പേടിയാണെന്ന് അപ്പു പറഞ്ഞു. തൊള്ള കറക്റ്റ് കാര്യമാണ്, എനിക്കറിയാം. ഇതെന്താ നീ നേരത്തെ പറയാത്തത്? എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ മുട്ട പേടിയ അറിയായിരുന്നു. കൂടോത്രം കേട്ടാ ഇങ്ങനെ പറക്കൂട. നിങ്ങൾക്ക് നേരത്തെ ഞാൻ മറന്നുപോയി. മനുഷ്യന് ഇത്ര കുഴപ്പിച്ച പോലെ ഞാൻ എടുത്തോണ്ടിരും. നല്ല നല്ല ഐഡിയകളൊക്കെ മുട്ട എടുക്കാൻ ഇത് ഫോണെന്തിന്? ഫോണിൽ ബാലൻസ് ചെയ്താണ് മുട്ട കൊണ്ടുവരണം. ദൈവമേ, സക്സസ് ആവണേ. ചിന്നു ചിന്നു, ഒരു മുട്ട ഉണ്ടോ? ചേട്ടത്തി എവിടെ? മുട്ട വേണോ ചേട്ടത്തി വേണോ? ഇപ്പം വേണ്ടത് മുട്ടയാണ്. എന്തിനു മുട്ട? മറ്റേ കാലമാണ ഇല്ലേ മാമൻ, അങ്ങനെ ഓട്ടിക്ക് ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കൂടോത്രം മൊട്ടം ബാഡിയാണെന്ന്. കൂടോത്രം ഒന്നും എല്ലാം പറഞ്ഞാൽ ബാല് പൊയ്ക്കൊണ്ട് ഓടുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നന്നായിട്ടാ. ചേട്ടത്തിട്ട് ഓടിച്ചിട്ട് വയ്യാതായിരിക്കുവാണ്. തന്നെ കിടന്ന? ആ, നീ കിടക്കണില്ലേ? ഞാൻ പോണ്. ആ എന്നാ ശരി. മുട്ട കിട്ടിയടി. ഞാൻ 2 പടം വരക്കിട്ട. കറക്റ്റ് കൂടോത്രം പോലെ ഇരിക്കണം. നീ നായിക്ക. ഇതും കൂടെ ആക്കി നമുക്ക് വെക്കാം. ഇതെന്തിന്? ഇതൊരു സാധനം എടുത്ത് വായിച്ചു. ഇത് പിടിച്ചോ, കയ്യിലാവല്ലേ? അല്ലെങ്കിൽ എന്നെ നിന്നെ കറക്റ്റ് പൊക്കും. ഇതെന്താ സ്മൈലിയാ? സ്മൈലി അല്ലത്, കുട്ടിച്ചാത്ത. ആ നന്നായിരിക്കണം കേട്ടാ. ആര്? കുടിച്ചാത്തനാ? കുട്ടിച്ചാത്ത. ഈ കൂടോത്രം നിങ്ങളുടെ പക്കൽ കിട്ടിയാൽ കഴിഞ്ഞാൽ, ഓ ആ ശരി ശരി, ദൂരെയുള്ള കിടലിലോ? കടലിൽ. ആ, ദൂരെയുള്ള കടലിൽ കൊണ്ട് നിമഞ്ജനം ചെയ്യുക. അല്ലാത്ത പക്ഷം ജലത്താലും മണ്ണാലും അഗ്നിയാലും നിങ്ങൾക്ക് ദോഷം. നിനക്ക് സാഹിത്യമൊക്കെ അറിയായിരുന്നില്ലേ? പിന്നല്ല. പക്ഷേ ഇത് കൊള്ള ഏക്കം കേട്ടാ. മനസ്സിലോ? ദാദാ പോ, കൊണ്ടുപോയി പോ. വാ, നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞോ? പിന്നെ നീ വാ, നീ വരാ. കാര്യം എങ്ങനെ നടക്കുന്നത്? ഇങ്ങോട്ട് എണീച്ചാണ്, ഇങ്ങോട്ട് നീങ്ങി തിരിഞ്ഞു കിഴക്കത്. ഇങ്ങോട്ട് നോക്കടി, പിടിച്ചോ, പൊയ്ക്കോ, കൊണ്ട് വെച്ചിട്ട്. അയ്യോ അങ്ങളെ വാങ്ങളെ. നമ്മൾ 2 പേരും കൂടെ പോയാൽ അവിടെ 3 പേരായൂല്ലേ? 3 പേരോട് ഒരു സാരി കാര്യം ചെയ്തൂടാ. അതൊക്കെ കംപ്ലീറ്റ് പ്രശ്നമാണ്. നീ പോയിട്ടോ. ഞാൻ പോയാൽ എങ്ങനെയെങ്കിലും പൊക്കും. ഈ എരുമ പോലത്തെ ഞാൻ വന്നാൽ എന്തായാലും ഒളിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ കളിയിടക്കെ പോലത്തെ നീ പോയാൽ ഒളിച്ചിരിക്കാൻ പറ്റും. ഓടിച്ചില്ലേ? ചെല്ല്. നിനക്ക് വേണ്ടി ഞാൻ കട്ടക്ക് പ്രാർത്ഥിക്കുന്നു. ചെല്ല്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ പോണ്ട. ഇപ്പൊ പോയാൽ ശരിയാവൂല. അതെന്താന്നറിയോ? അവര് ചിലപ്പോ ഇപ്പൊ ഉറങ്ങി കാണില്ല. അതുകൊണ്ട് അവരൊന്ന് ഉറങ്ങി സെറ്റായതിനു ശേഷം ഇത് കൊണ്ടുപോയിക്കാം. മതി. അപ്പോഴും നിങ്ങൾ വരൂലല്ലേ? അപ്പോഴും ഞാൻ ഇതിന് പറഞ്ഞത് ഉറങ്ങി കഴിഞ്ഞില്ലേ? അധികം കൊണ്ട് വെച്ച നീ ഒരുമാതിരി ചുമ്മാ. ഞാൻ കൊണ്ടുവച്ചോളാം. എന്റെ കൂടെ നിന്നാ മതി. തെളിവെല്ലാം നശിപ്പിക്കണം. നീ റൂമിൽ കൊണ്ടുവയ്ക്കാം. നീ മാമന് റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ. നീ ബാഗിൽ തന്നെ കൊണ്ടുവച്ചത്. പിന്നെ അങ്ങനെ തലയില കൊണ്ടുവച്ച ഗുഹയെ കൊണ്ടുവച്ചവരെ കണ്ടുപിടിക്കാനുള്ള സമയം അറിയാമോ? എന്തായി?
വല്ല നടക്കൂ നടക്കും, എന്നെ വിശ്വാസമില്ലേ? വർക്കൗട്ട് ആയില്ലെങ്കിലോ? വർക്കൗട്ട് ആവും ചേട്ടാ ചുമ്മാ ഇരി. അടുത്ത പ്ലാൻ നോക്കണ്ടേ? ഇങ്ങനെ ബാഗിൽ നിന്ന് കണ്ടില്ലെങ്കിലോ? അതാണ് ആ അതാണ് കുട്ടി പോയിരുന്നു. അപ്പൊ അങ്ങനെയൊന്നും പെട്ടു പോവില്ല. എന്തുകൊണ്ട് പോകത്തത്? മുട്ടയിൽ വെച്ചത്. നെഗറ്റീവ് അടിക്കില്ലെന്ന് പറ. ഡേയ്, 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 നില്ല്, നില്ല്. നില്ലെടാ, നീ ഇവിടെ നില്ല്. ഡേയ്, നില്ലെടാ. ഇവിടെ പോണോ നീ ഇവിടെ പോണം. കാര്യം എന്ത്? സംസാരി ഓമാ സംസാരി. മുണ്ടാട്ട മുട്ടിയാ? ഡേയ്, ഡേയ്, ഇങ്ങോട്ട് നോക്ക്. ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചേക്കാണ് കറിയിലേക്ക്. ഓ ഛേ, അങ്ങനെ പോവല്ലേ? ആ മാമാ, നമുക്ക് ഒരു റൗണ്ട് എയർ വന്ന് കളിക്കണ്ടേ? കളിക്കാം, വാ, വാ, വാ. പോയാ മതി. ഒറ്റയ്ക്ക് ഓടിയാ കാര്യം അങ്ങനെ ശരിയാവും. നമുക്ക് കളിക്കണ്ടേ? പോവാം. നമുക്ക് ഈ നേരം ഇനി എറിഞ്ഞ് കളിക്കണ്ടേ? ഡേയ്, ഇവിടെ നില്ലെടാ. അയ്യോ അപ്പൂപ്പ, പോലെ. അങ്ങനെ ആ ശല്യം അങ്ങ് പോയി. അയ്യോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവന്റെ ബാഗിനകത്ത് ഞാൻ ഒരു മുട്ട എടുത്ത് വെച്ചു. അവന് കൂടോത്ര ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇതാ ഒറ്റ പോക്ക്. ഇവന്റെ ഭ്രാന്തി ഇതിലേക്ക് മാറിയില്ലെന്നാണ് തോന്നുന്നത്. എന്നാ അച്ഛനൊരു കാര്യം അറിയാമോ? ഇന്നലെ ആ ബാഗിനകത്ത് നമ്മളും വെച്ചു ഒരു മുട്ട. തന്നെ ഓ നമ്മളൊരു മുട്ട കുടുംബം തന്നെ കേട്ടോ. നീ ഒട്ടാ ഇതുപോലത്തെ കൂട്ടരന്മാര്? അവന് ഞാനും, എനിക്ക് അവന് മാത്രമേ Urulakkupperi.